ഇത്രയും വലിയൊരു ക്യാമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇത് ഗിന്നസ് ബുക്കിൽ 8-ാം തീയതി കഴിഞ്ഞാൽ രേഖപ്പെടുത്താൻ പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ ക്യാമ്പായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജിഫ്രി തങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്നോട് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ വേദനയിൽ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മഹാസമ്മേളനമാണെന്ന് കരുതിയല്ല. ശ്രീ ജിഫ്രി തങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്താൻ കേരളത്തിൽ കഴിയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എത്ര സമാധാനപരമായി ഞങ്ങളിങ്ങോട്ട് റോഡിലൂടെ വരുമ്പോൾ എത്ര സമാധാനപരമായി അച്ചടക്കത്തോടെയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അത് സൂചിപ്പിക്കുന്നത് സമസ്തയുടെ അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സമസ്തയുടെ 100-ാം വർഷം പൂർത്തിയാകുന്നതിൻ്റെ സമ്മേളനം ക്യാമ്പുമാണ് ഇവിടെ നടക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ മുസ്ലിം സമുദായത്തിൽ ആത്മീയത വളർത്തിയെടുക്കാനും മതപരമായ അവബോധമുണ്ടാക്കാനും വേണ്ടി സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണിത്. മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കേരള സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഇതര സമൂഹങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമായി പ്രവർത്തിച്ചു എന്നത് വിലയിരുത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ആദരണീയനും ബഹുമാന്യനുമായ ജിഫ്രി തങ്ങളുടെ യാത്ര ഞാൻ കണ്ടു. ഞാൻ ആലപ്പുഴയിലെ സമ്മേളനത്തിലും വയനാട്ടിലെ സമ്മേളനത്തിലും പങ്കെടുത്തതാണ്. ആ സമ്മേളനങ്ങൾ തന്നെ കേരളത്തോട് വിളിച്ചോതിയത് ആധ്യാത്മികതയോടൊപ്പം മതപരമായ ചിന്തകളോടൊപ്പം പ്രായോഗികമായി ജീവിതത്തിൽ പകർത്തേണ്ട പുതിയ സങ്കല്പങ്ങളെയും ചിന്തകളെയും പറ്റി കൂടിയായിരുന്നു ആ യാത്രയിലുടനീളം പറഞ്ഞത്. മതവിദ്യാഭ്യാസം അനിവാര്യമാണ്. മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള സുന്നി വിശ്വാസികളായിട്ടുള്ള ജനവിഭാഗങ്ങളാണ്. മതപരമായ വിശ്വാസം ഉയർത്തിപ്പിടിക്കാനും ആത്മീയമായ കാര്യങ്ങളിൽ മുഴുകാനും ശ്രമിക്കുന്നതോടൊപ്പം തന്നെ 100 വർഷക്കാലത്തെ ചരിത്രമെടുക്കുമ്പോൾ, ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിനിടയിൽ മതപരമായ ഔന്നത്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സമസ്ത. അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക് വിദ്യാഭ്യാസം നൽകാനും പ്രൊഫഷണലിസത്തിൻ്റെ വഴികളിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും വർത്തമാനകാലത്തെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കാനും കഴിയുന്നു എന്നതാണ് ഇന്ന് സമസ്ത നേടിയിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ സമൂഹത്തിൽ വൻതോതിലുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള നേട്ടം ചെറുതല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അതുണ്ടാക്കിയിരിക്കുന്ന മാറ്റം ചെറുതല്ല.
വിദ്യാസമ്പന്നരായ ഒരു സമൂഹം ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ കഴിയത്തക്ക നിലയിൽ പ്രൊഫഷണലായി ചിന്തിക്കാൻ കഴിയുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നത് ഈ പ്രസ്ഥാനം നേടിയ നേട്ടങ്ങൾ ഒന്ന് തന്നെയാണ്. വിദ്യാഭ്യാസ പുരോഗതിയോടൊപ്പം ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ, കേരളത്തിന് പൊതുവായി നൽകിയ ആരോഗ്യരംഗത്തെ സംഭാവനകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് കാണുമ്പോഴാണ് ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹ്യ വളർച്ചയ്ക്കും സാംസ്കാരിക പുരോഗതിക്കും ആധ്യാത്മികമായ വളർച്ചയ്ക്കും എത്രമാത്രം സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നാം കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കമ്മ്യൂണിക്കേഷൻസിൻ്റെ അതിവിപുലമായ വളർച്ച ഉള്ളൊരു കാലമാണ്. കമ്മ്യൂണിക്കേഷൻസിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് പ്രാപ്തരായി വരേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മതപഠനത്തോടൊപ്പം ഇത്തരം പ്രശ്നങ്ങളെ കൂടി കാണുവാൻ നമ്മൾ കൂടുതൽ സാഹചര്യങ്ങൾ ഒരുക്കണം. ഡ്രൈവർ ഇല്ലാത്ത കാറുകളും പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങളും ഡോക്ടർ ഇല്ലാത്ത ശസ്ത്രക്രിയകളും മാത്രമല്ല, മനുഷ്യൻ ആവശ്യമില്ലാതെ യന്ത്രങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതിനെ നേരിടാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിയണം. ഇന്ന് നിലവിലുള്ള 80% ജോലികളും നാളെ ആവശ്യമില്ലാത്തതായി മാറുന്നു, ഒബ്സലേറ്റായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ പുതിയ ജോലികൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ലോകത്തെ മാറ്റിമറിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ അന്താളിച്ച് നിൽക്കാതെ അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമുക്കില്ലേ? അത് അതിനു വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന ഈ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ. നമ്മളിന്ന് ജീവിക്കുന്ന ഈ സമൂഹം കടുത്ത മത്സരാധിഷ്ഠിതമായ സമൂഹമാണ്. എല്ലാവരും ഒന്നാമനാകാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ്. വെല്ലുവിളികളാണ് കൂടുതൽ നമ്മുടെ മുമ്പിലുള്ളത്. ആ വെല്ലുവിളികളുടെ മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം സമസ്തയ്ക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ മനസ്സുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ശ്രീ KC വേണുഗോപാൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലമാണ്. മതവും മതപരമായ ചിന്തകളും ഇന്ന് മനുഷ്യനെ എത്രമാത്രം ഓരോ തരത്തിലും മറ്റ് തെറ്റായ പ്രവണതകളിലേക്ക് വഴിതെളിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതം എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള നാടാണ്. സർവധർമ്മ സമഭാവ്, ഇതാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഉയർത്തിപ്പിടിച്ച യഥാർത്ഥമായ ചിന്തകൾ. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം നൽകുന്ന ഒരു രാജ്യമാണ് ഭാരതം. കടന്നു വന്ന എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന നൽകിയ ജനസമൂഹമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ആ സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കാൻ ബോധപൂർവമായ നീക്കം നടത്തുന്നു. ഇവിടെ മുഗൾ രാജാക്കന്മാർ 100 വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ചു. മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ അവരാരും ഹിന്ദു മതവിശ്വാസികളെയോ ബുദ്ധമതവിശ്വാസികളെയോ ജൈന മതവിശ്വാസികളെയോ
ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ല. മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള മുഗൾ രാജാക്കന്മാർ ഇസ്ലാം മതത്തിന്റെ പരിപോഷണം ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോഴും മറ്റ് മതവിശ്വാസങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരെ ഇവിടെ നിലനിർത്താനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് മതങ്ങൾക്ക് പരിഗണന നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു, 100 വർഷത്തിലേറെ ഭരിച്ചു. അവരും ഒരിക്കലും ക്രൈസ്തവ മതം ഇവിടെ അടിച്ചേൽപ്പിച്ചില്ല. ക്രിസ്ത്യാനികളാണെങ്കിലും അവർ മറ്റുള്ള മതവിശ്വാസികളെ ആദരിച്ചു, ബഹുമാനിച്ചു. ദൗർഭാഗ്യവശാൽ ഇന്ന് അത്തരം പ്രവണതകളെ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ മതങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഭാരതം ഒരു മതവിശ്വാസം മാത്രം മതി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണകൾ നൽകുന്ന ഭരണകൂടം ഇവിടെ പ്രവർത്തിക്കുന്നു. ഭരണകൂടത്തിന്റെ പ്രവർത്തനം അങ്ങനെ ആകാൻ പാടുണ്ടോ? ഭരണകൂടം പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. നമ്മുടെ ഭരണഘടന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടന മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം തന്നെയല്ലേ? നമ്മുടെ പാരമ്പര്യം എന്താണ്? ജാമിയ മില്ല യൂണിവേഴ്സിറ്റിയിലേക്ക് അക്രമകാരികൾ കടന്നു വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ ചെന്ന് നിന്നു. കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരരുത്. ഡൽഹിയിലെ ജാമിയ മില്ല യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് അക്രമകാരികളെ തടഞ്ഞ ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രിയുടെ നാടാണിത്. അദ്ദേഹമാണ് UP-യിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി അലിഗഡ് മുസ്ലിം സർവകലാശാല ഉണ്ടാക്കിയത്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യങ്ങളിൽ പെടുന്നതാണ്. ഭരണഘടനയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അധികാര അവകാശങ്ങൾ കൊടുത്തത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുടെയും കാലഘട്ടത്തിലായിരുന്നു. കാരണം ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. ഭൂരിപക്ഷത്തിന്റെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളെ അവരുടെ ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും താല്പര്യങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അധികാര അവകാശങ്ങൾ എഴുതി ചേർത്തത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ, മതപരമായ പ്രവർത്തനം നടത്താൻ, പ്രത്യേക ആനുകൂല്യങ്ങൾ അവർക്ക് വളർന്നു വരാൻ വേണ്ടി നൽകാൻ ഒക്കെ ഭരണഘടനയിൽ വകുപ്പുകൾ എഴുതി ചേർത്തത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ചെയ്തത് അതുകൊണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ 20 കോടി വരുന്ന മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് പ്രവർത്തിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയുമോ? കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. 20-25 കോടി ജനസംഖ്യയുള്ള 20-25 കോടി ജനസംഖ്യയുള്ള ഒരു മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണകൂടത്തിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം, എല്ലാ മതസമൂഹങ്ങളെയും ഒരുമിച്ച് കാണണം. അതിനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻക്ലൂസീവായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഇൻക്ലൂസീവായ നിലപാടാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ ദർശിക്കാനും അവരെ ചേർത്ത് നിർത്താനും കഴിയുന്ന ഒരു സമീപനമാണ് എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്, ഭരണത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. കാരണം അതാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ഭാരതത്തിന്റെ വളർച്ചയ്ക്ക്, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അതാണ് ആവശ്യം.
മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ എല്ലാവരും നടത്തേണ്ടതായിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മതനിരപേക്ഷത ഉപേക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയതയെ താലോലിക്കുക, വേറൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേറൊരു വർഗീയതയെ താലോലിക്കുക. ഇത് മതനിരപേക്ഷതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നാട്ടിൽ സ്വസ്ഥതയും അതോടൊപ്പം തന്നെ ഐക്യവും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കൂ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് സമസ്തയുടെ നേതൃത്വത്തിൽ നൽകുന്ന സന്ദേശം അതാണ്. മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് എല്ലാവിധ പ്രാധാന്യം നൽകുമ്പോഴും മതപരമായ പഠനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും ഇതര മതസമൂഹങ്ങളുമായും യോജിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ വെല്ലുവിളികളെ ധീരമായി നേരിടാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോരാടേണ്ടതായിട്ടുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്നത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യമല്ല. ഈ നാടിനെ രക്ഷിക്കാനും ഒരു ജനതയെ നിലനിർത്താനും വർഗീയതയെ ചെറുത്തു നിർത്താനും വേണ്ടിയുള്ള ആ പോരാട്ടം നമ്മൾ വലിയ ഒരു മുന്നേറ്റമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സമസ്തയുടെ ഈ വേദിയെപ്പറ്റി ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ സമസ്തയുടെ ഈ വേദി മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയിട്ടുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജിഫ്രി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. പറയുന്നത് പ്രവർത്തിക്കുന്ന, താൻ പറയുന്ന വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ശ്രീ ജിഫ്രി തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ചലനം ചെറുതല്ല എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മതേതരത്വവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിനും സമൂഹത്തിനും നന്മകൾ ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി സമസ്ത ചെയ്തിട്ടുള്ള മഹത്തായ സേവനങ്ങളെ ഓർത്തുകൊണ്ട് ഈ മഹാസമ്മേളനം, ഈ മഹാ ക്യാമ്പ് തീർച്ചയായും 100 വർഷത്തെ ചരിത്ര പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രൗഢഗംഭീരമായ ഇന്നലകളിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത 100 വർഷക്കാലം അതിനപ്പുറം സമസ്തയ്ക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.